Hello friends, Food4 people പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പഴം കൊണ്ട് ഒരു അടിപൊളി ബോണ്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ പഴം കൊണ്ട് ബോണ്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ വിനേഗർ ഒഴിച്ചിട്ട് പഴത്തിനെ ഇട്ട് വെക്കുക കുറച്ച് നേരം. കാരണം പഴത്തിൻ്റെ ആ വിഷാംശമൊക്കെ ഒന്ന് പോകാൻ. നമ്മളിവിടെ ഒരു ഇതിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളിയിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വിനീഗറാണ്. വിനീഗർ ഒഴിച്ചിട്ട് നമുക്ക് ഈ പഴമൊക്കെ ഇട്ട് നന്നായി കഴുകിയെടുക്കാം. പഴം എടുത്തിട്ട് ഇട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ മുക്കി വെക്കാം. അപ്പോൾ ഇതിലുള്ള മരുന്നൊക്കെ ഇളകും ശേല. അങ്ങനെ ഇപ്പോൾ നമ്മളെ പൊട്ടിക്കാൻ പറ്റില്ല. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ നെട്ടും ബോൾട്ടുമാണ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ. അപ്പം പഴം വേവിച്ചെടുക്കാൻ നമുക്ക് ആദ്യം ചട്ടി വെക്കാം. ആദ്യം നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഈ റോബസ്റ്റഡ് പഴം നമുക്ക് വേവിച്ചെടുക്കാം എണ്ണയിൽ. പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രിപ്പ് ഇടും. നല്ല ചൂടുണ്ടല്ലേ, കൈ തെറിക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പഴം ഒന്ന് തൊലിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ വിട്ടു വലിച്ചയിലെ ഞങ്ങൾ എടുത്തത് റോബസ്റ്റഡ് പഴമാണ്, നേന്ത്രപ്പഴമല്ല. ഈ റോബസ്റ്റഡ് പഴത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. മറ്റുള്ള ടേസ്റ്റ് ഇല്ല എന്നല്ല പറയണേ, പക്ഷെ ഇത് പറഞ്ഞ ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ്. ലാസ്റ്റത്തെ റോബസ്റ്റഡ് പഴം നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി പഴമൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം.
പഴം നന്നായി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്കിതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരല്പം ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. ആദ്യം നമ്മൾ എടുത്ത കടലമാവ് പോരാ, ഒരല്പം കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓയിൽ ചീനച്ചട്ടിയും വെക്കാം. അപ്പോഴേ നമ്മൾ പഴം വറുത്തെടുത്ത ആ ഓയിലും ചീനച്ചട്ടിയും തന്നെയാണ്. ഇനി നമുക്ക് കുഴച്ചെടുത്ത മാവൊന്ന് ബോണ്ടയാക്കാം. മാവ് നന്നായി കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് എടുത്ത് ഡയറക്റ്റ് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. സോ നമ്മൾ കയ്യിലിങ്ങനെ വെള്ളമാക്കിയിട്ട് ശേഷം നമ്മൾ മാവ് എടുത്താൽ കയ്യിലൊട്ടില്ല അധികം. എന്നിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ബനാന ബോണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെറും ഒരു 5 മിനിറ്റിൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തന്നത്. നമുക്കിനി ഇത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോസ് മുക്കിയിട്ടാണ് കഴിക്കുന്നത്. വ്യത്യസ്തമായ ഒരു കടി. അതിൽ ഞാൻ കഴിക്കും. സംഭവം ഉഷാറായില്ലേ? 4 മണി പലഹാരം പറഞ്ഞാൽ അടിപൊളി. അങ്ങനെ പറ്റിയത് ഇതിൻ്റെ സ്പെഷ്യൽ പറയാൻ പഴത്തിൻ്റെ ഒരു മധുരം വരും ഇതിൽ കഴിക്കുമ്പോൾ. മുളക് പൊടി ഇട്ടുകൊണ്ട് നല്ല നല്ല മഴ പെയ്യാൻ തുടങ്ങി. മഴ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഇന്ന് ലാസ്റ്റ് മഴ വന്നു. ചായയും കൂടി ഉണ്ടായിരുന്നു. ശരിക്കും പൊളിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ചെരുപ്പ് പഴം കൊണ്ട് ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. 3 ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ചെരുപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇരുട്ടായി, കൂടുതൽ സമയമില്ല. അപ്പോൾ സമയം തീരെ കുറവായിരുന്നു. നമ്മൾ വരാനൊക്കെ വൈകി. അതുകൊണ്ട് നമ്മളിവിടെ ഒരു 5-6 ഉണ്ടാക്കിയിട്ട് വേഗം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ കുറച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വേഗം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നേ ബാക്കിയുള്ളൂ. ഓരോരോ കട്ടിൽ നമ്മുടെ ക്യാമറമാൻ വന്ന് കഴിച്ചിട്ടുമുണ്ട്. നമ്മുടെ സെൽഫി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ കളി അടിച്ച് പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും ചോദിക്കുന്നില്ലേ ക്യാമറമാൻ കൊടുക്കുന്നു. ക്യാമറമാൻ ഓരോ കട്ടിൽ ഓരോ വന്ന് കടി അടിച്ച് പോകും. അപ്പോൾ ഇത് അവനിക്കുള്ളതാണ്ടാ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനെ കാണുക. ഇത് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഒരു 10-15 മിനിറ്റിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം ചടപടയെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി ഒരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.